ഈ 5 വർഷക്കാലത്തിനൊരു പ്രത്യേകതയുണ്ട്. ആകെ ഈ പ്ലാന്റെ സൈസ് വർദ്ധിക്കുന്നില്ല. ആകെ ഈ വർഷമാണ് ഒന്ന് വർദ്ധിപ്പിച്ചത്, ഈ 25-26 മാത്രം. ബാക്കി 30,000 കോടി എന്നുള്ള സ്റ്റാഗ്നൻ്റായിട്ട് പോവുകയാണ്. മനസ്സിലായേ? എല്ലാ സർക്കാരുകളും വന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്കും പ്ലാനിൻ്റെ സൈസ് ഒരു 15-20% വർദ്ധിക്കുമായിരുന്നു. ഇവിടെ പ്ലാനിൻ്റെ സൈസ് അങ്ങനെ തന്നെ പോവുകയാണ്. എന്നിട്ട് ഇപ്പോൾ ഒരു 2,000 കോടി കൂട്ടിയായിരുന്നു. പക്ഷേ 38% പോലും എക്സ്പെൻഡിച്ചർ ഇല്ല. കഴിഞ്ഞ വർഷം ഭീകരമായിട്ടാണ് 50%-ഓളം പ്ലാൻ സൈസ് കട്ട് ചെയ്തു. പരിതാപകരമായ അവസ്ഥയിലാണ് കേരളത്തിലെ സാമ്പത്തിക രംഗം. ഇനി സാധാരണ ഒരു വല്ലാതെ പ്രയാസം വരുന്ന ഘട്ടത്തിലാണ് ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ഇത് 19/8/2025 ഇറക്കിയ ഉത്തരവനുസരിച്ച് 10 ലക്ഷം രൂപയിൽ കൂടുതൽ ട്രഷറിയിൽ നിന്ന് മാറാൻ പറ്റില്ല. കഴിഞ്ഞ 5 മാസമായി ഈ ട്രഷറി നിയന്ത്രണം നിലവിലിരിക്കുകയാണ്. പണ്ടൊക്കെ ഉണ്ടായിരുന്നത് ചില സിറ്റുവേഷൻസ് വരുമ്പോൾ, ചില സാമ്പത്തിക പ്രയാസങ്ങൾ വരുമ്പോൾ, വെയ്സ് ആൻഡ് മീൻസിൻ്റെ ചില അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോൾ മാത്രമാണ് ട്രഷറിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. ഇത് കഴിഞ്ഞ 5 മാസമായി തുടർച്ചയായി 10 ലക്ഷം രൂപയിൽ കൂടുതൽ മാറാൻ വയ്യാത്തൊരു ഖജനാവ് വെച്ചുകൊണ്ടാണ് ഈ ഗീർവാണ പ്രസംഗം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നടത്തിയത് എന്നത് ഞങ്ങളെ എല്ലാവരും അത്ഭുതപ്പെടുത്തുന്നു. ഒരു നല്ല വാക്ക് പ്രയോഗിച്ചു ബജറ്റ് തുടങ്ങിയപ്പോൾ, ന്യൂ നോർമൽ എന്ന് പറഞ്ഞു. കറക്റ്റാണ്, ന്യൂ നോർമൽ. എന്താണ് ഇപ്പോഴത്തെ ന്യൂ നോർമലായി മാറിയിരിക്കുന്നത്? എന്താണ്? തോന്നിയതുപോലെ ബജറ്റിൽ പ്രഖ്യാപിക്കുക, അത് നടപ്പാക്കാതിരിക്കുക, പ്ലാൻ സൈസ് കട്ട് ചെയ്യുക, പ്ലാൻ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക. ഇതാണിപ്പോൾ കേരളത്തിൻ്റെ ന്യൂ നോർമൽ. ന്യൂ നോർമൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഇല്ലാത്ത ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ട് അതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമാകുകയാണ്. അപ്പോൾ കേരളത്തിലെ ഒരു ഫിസ്ക്കൽ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഒരു ധനകാര്യ വ്യവസ്ഥതയുടെ വിശ്വാസ്യതയെ മുഴുവൻ തകർത്തുകൊണ്ടാണ് ഈ 5 കൊല്ലം മുമ്പോട്ട് പോയത്. പരിതാപകരമായ ഒരു അന്ത്യമാണ് കേരളത്തിൽ ഉണ്ടായതെന്ന് വ്യക്തമാണ്.